മാറ്റം, അതാണ് താങ്കൾ പറഞ്ഞതെന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. മാറ്റം തുടങ്ങേണ്ടത് നമ്മളുടെ മനസ്സിലാണ്. നമ്മളാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്, റോഡ് ഉപയോഗിക്കുന്നവർ. ഇപ്പൊ എന്താണ് ഈ വെളുപ്പാങ്കാലത്തും രാത്രിയിലും റോഡ് അപകടങ്ങൾ കുത്തനെ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഈ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പൊ ടൂ വീലർ ഓടിക്കുന്നവർ നമ്മൾ പറയാറുണ്ട് മിതമായ വേഗത്തിൽ ഓടിക്കണമെന്നും ഇടതുവശം ചേർന്ന് പോകണമെന്നും. അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, ടൂ വീലർ ഓടിക്കുന്നവർ രാത്രി കാലത്ത് ഉപയോഗിക്കേണ്ട ഡ്രസ്സ് അത് ഫ്ലോറസൻ കളർ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ഓറഞ്ച് അല്ലെ ഡീപ്പ് ഗ്രീന്. കാര്യം ദൂരെ കൂട്ടി വരുന്ന പിന്നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവരെ കാണണമെങ്കിൽ ഇവരുടെ ഡ്രസ്സ് പ്രോപ്പറായിട്ട് റിഫ്ലക്റ്റീവ് ജാക്കറ്റ് പോലെ എന്തെങ്കിലും മിന്നുന്നതായിരിക്കണം. ഒന്ന്. രണ്ട്, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാത്രി കാലത്ത് മയക്കുമരുന്നും മദ്യവും ഓടിച്ചു വരുന്ന ഡ്രൈവർമാരുണ്ടാകും, ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കുന്ന വലിയ വാഹനങ്ങളുണ്ടാകും. ഇത് കരുതി കൂട്ടി വേണം ടൂ വീലറുകൾ രാത്രി കാലത്ത് ഓടിക്കാൻ, പ്രത്യേകിച്ചും മഴക്കാലത്ത്. അപ്പൊ ഒരു കാരണവശാലും എതിരെ വരുന്ന വാഹനത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഓവർടേക്ക് ചെയ്യുകയോ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടറോഡിൽ നിന്ന് നമ്മൾ പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ വാഹനം പൂർണ്ണമായിട്ട് നിർത്തി ഇരുവശവും നോക്കി വേണം മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ. കാരണം മെയിൻ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന. അത് മനസ്സിലാക്കാതെ പെട്ടെന്ന് ഇടറോഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്ക് അപകടം സംഭവിച്ചിരിക്കും. അപ്പോൾ യുവാക്കളായ പലരുമാണ് എല്ലാ ദിവസവും ഈ ടൂ വീലർ അപകടത്തിൽ മരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ, ഞാൻ എൻ്റെ എളിയ അറിവിലൂടെ പറയുന്നതാണ്. ഈ ഡ്രസ്സ് ഒരിക്കലും കറുത്ത ജാക്കറ്റോ ഡ്രസ്സോ ഇട്ടുകൊണ്ട് പൊതുനിരത്തിലൂടെ രാത്രി ഇറങ്ങരുത്, ഓടിക്കരുത്. നിങ്ങൾക്ക് അതിന് 150 രൂപ വില ഉള്ള ജാക്കറ്റുകൾ കിട്ടും, സുലഭമാണ്, ഫ്ലോറസൻ കളർ. അത് നിങ്ങളുടെ ഡ്രസ്സിന്റെ മുകളിലൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് അറിയാൻ പറ്റും, എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ഡിം ലൈറ്റിൽ നിങ്ങൾ പോകാൻ പറ്റാത്ത ഏരിയയെ മറ്റേ നമ്മുടെ ഹൈ ബീം ഇട്ട് പോകാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡിന്റെ വശം ചേർന്ന് തന്നെ പോകണം. പിന്നെ രാത്രി കാലത്ത് ടൂ വീലർ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത്. കാര്യം എതിരെ വരുന്ന വലിയ വാഹനങ്ങൾ നിങ്ങളെ കെയർ ചെയ്യണമെന്നില്ല. കാര്യം ദൃക്സാക്ഷികൾ കാണില്ല, ക്യാമറയിൽ നിങ്ങൾ പെടില്ല. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പൊ മനുഷ്യജീവൻ എന്ന് വെച്ചാൽ നല്ല ഗോൾഡൻ ഇയേഴ്സിലാണ് നിങ്ങൾ മരിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം നാടിന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബം ഒന്നടങ്കം ദുഃഖത്തിലാഴ്ന്ന് അനേകം ദശാബ്ദം ജീവിക്കേണ്ട ഗതികേടിൽ വരുന്നതുകൊണ്ട് ആ മാറ്റം ഉണ്ടാക്കുന്നത് യുവാക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് സംസാരിക്കാനുള്ളത്, എൻ്റെ ഉപദേശം എളിയതാണ്. നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇടതുവശം ചേർന്ന് ബൈക്ക് ഓടിക്കാൻ ശ്രമിക്കുക. 60 കിലോമീറ്ററിന് താഴെയുള്ള സ്പീഡിൽ ഓടിക്കുക. കഴിവതും ഒരു റിഫ്ലക്റ്റീവ് ജാക്കറ്റ് നിങ്ങൾ കരുതുക. അതുപയോഗിച്ച് രാത്രി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്കാകും. അല്ലെങ്കിൽ നമ്മൾ ഈ ദുഃഖവാർത്ത ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വാർത്ത പറയേണ്ട ഗതികേടുണ്ട്. അതിനകത്ത് എനിക്ക് അതീവായ ദുഃഖമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചു പോവുക, ജീവനോടെ വീട്ടിൽ തിരിച്ചെത്തുക. താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. കാരണം ഈ രാത്രി കാലത്ത് ഈ ടൂ വീലർ ഓടിക്കുന്നവർ ധരിക്കേണ്ട വേഷം, അത് ആ നിറം ഈ ബ്ലാക്ക് ആകുമ്പോൾ, അത്രത്തോളം ഇരുട്ടും കൂടി ആകുമ്പോൾ അത് വലിയ അപകടം തന്നെ സൃഷ്ടിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. താങ്കൾ ആ ദൃശ്യങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ബൈക്കിൻ്റെയൊക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇടി ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ രാത്രി സമയമാണ്. ഒരുപക്ഷെ നമ്മളോടിപ്പോൾ ഈ വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്ത ആൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ രാത്രി സമയം ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ നിത്യേന ഇത് പറയാറുണ്ട്, ഈ രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷേ അത് പലപ്പോഴും ആളുകൾ അത് ക്രമീകരിക്കുന്നില്ല. അത്തരത്തിൽ വാഹനം ഓടിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഡ്രൈവർമാർ, ഈ ദൂരയാത്രയൊക്കെ നടത്തുന്ന ഡ്രൈവർമാർ, ഈ ഉറക്കം ഒരു പ്രശ്നമായി തന്നെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു നിമിഷം മതി ഇതെല്ലാം സംഭവിക്കാൻ. അതെ, താങ്കൾ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് പോയിന്റ്. കാരണം ഈ നമ്മുടെ രാജ്യത്ത് മാത്രം റോഡ് നന്നാകുമ്പോൾ അപകടങ്ങൾ കൂടുകയാണ്. കാര്യം ഇപ്പൊ നമുക്കറിയാം MC റോഡ് കേശവദാസപുരത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്കമാലി വരെ 225 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ഇത് KSTP വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് വെച്ചിട്ട് ലോക നിലവാരത്തിൽ പണിത റോഡാണ്. പക്ഷെ ഈ ലോക നിലവാരത്തിലാക്കിയപ്പോഴേക്കും
അപകടങ്ങൾ എല്ലാ ദിവസവും 1-2 പേര് മരിക്കുക ആയിരുന്നു. നേരത്തെ ഇത് 90-കൾക്ക് MC റോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 ഒരു അപകടം പോലും ഉണ്ടാകില്ലായിരുന്നു. കാരണം റോഡ് ടെറൈൻ അത്ര സ്മൂത്ത് അല്ലായിരുന്നു, കർവ്സ് ധാരാളം ഉണ്ടായിരുന്നു. ഈ വട്ടപ്പാറ ജംഗ്ഷനിലേക്കാണ് അടുത്ത കേസ് വരുന്നത്. അപ്പൊ ഈ റോഡിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ BMC റോഡ് സർഫസ് എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. സ്പീഡ് എടുക്കാനും സ്പീഡിൽ ഓടിക്കാനും ഒക്കെ വളരെ സുഖമാണ്. പക്ഷേ ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ വാഹനം നിൽക്കില്ല. കാര്യം പലതുകൊണ്ടും ഈ BMC പറ്റി എനിക്ക് പരാതിയുണ്ട്. അത് ലോക നിലവാരത്തിലുള്ള ഒരു മെക്കാഡം ടാറിംഗ് ആണ്. ആ ടാറിംഗ് വന്നതിന് ശേഷം ടയർ വിയർ കുറഞ്ഞു, യാത്രാക്ഷീണം കുറഞ്ഞു, വണ്ടിയുടെ മെയിൻ്റനൻസ് വളരെ കുറഞ്ഞു. ഇതെല്ലാം ഗുണം ആണ്. പക്ഷെ അതിന്റെ മറുവശത്ത് ബ്രേക്ക് ചവിട്ടിയാൽ ഈ പറഞ്ഞ മെക്കാഡം ടാർ എന്ന് പറഞ്ഞ കണ്ണാടിയുടെ മുകളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന രീതിയിൽ സ്കിഡ് ചെയ്ത് പോയി ഇടിക്കും. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, ബൈക്ക് ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡ്രൈ സർഫസിൽ ഓടിക്കുന്ന പോലെ അല്ല. മഴക്കാലത്ത് നമ്മൾ ഇപ്പൊ എതിരെ വരുന്ന വണ്ടി നമ്മുടെ നേർക്ക് വന്നാൽ തന്നെയും നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, സേഫ് ഡിസ്റ്റൻസിൽ നിൽക്കണമെന്നില്ല. കാരണം മറ്റു വാഹനങ്ങളുടെ ടയറിന്റെ വീതി വളരെ വലുതാണ്. അപ്പോൾ മിക്കതും എയർ ബ്രേക്ക് ആണ്. ഇപ്പൊ കാറുകളും മറ്റുമാണെങ്കിൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ABS ഘടിപ്പിച്ചതാണ്. പിടിച്ചെടുത്ത് നിൽക്കും. പക്ഷെ 2 വീലർ എന്ന് പറയുന്ന കാറ്റഗറിയുടെ ടയറിന്റെ വീതി 3 ഇഞ്ചിന് താഴെയേ ഉള്ളൂ. അപ്പൊ 2 ടയർ ജാം ചെയ്താൽ തന്നെയും എപ്പോ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ 2 വീലർ രാത്രി ഓടിക്കാതിരിക്കുക. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഓടിക്കുക. പക്ഷേ റിഫ്ലക്റ്റീവ് ജാക്കറ്റ് ഉപയോഗിക്കുക. മറ്റൊരു എതിരെ വരുന്ന വാഹനവുമായിട്ട് പരമാവധി സേഫ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവൻ വലുതാണ്, നിങ്ങളുടെ കയ്യിലാണത്. അതാണ് നമ്മൾ മാറ്റം എന്ന് പറഞ്ഞ ഇന്നത്തെ വാക്ക്. മാറ്റം ഉണ്ടായേ തീരൂ. അത് ചെറുപ്പക്കാർ ആ മാറ്റത്തിനെ പറ്റി ഇന്ന് തൊട്ട് ചിന്തിക്കണം. നിങ്ങൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ചിന്തിക്കണം എന്തൊക്കെയാണ് നമുക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്. ആ മാറ്റം ഇന്ന് തൊട്ട് എല്ലാവരിലും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്തെ ഒരു അപകടത്തിലേക്ക് വന്നാൽ അത് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ്. നമുക്കറിയാം, ഒരു മഴ സമയമൊക്കെയാണ് ഇന്നിപ്പോൾ രാവിലെ. അപ്പോൾ അത്തരത്തിൽ റോഡിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപകടമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു, നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഡ്രൈവർമാരുടെ നില ഗുരുതരം എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ എതിർദിശയിൽ വന്ന ലോറിയിലേക്ക് ബസ് ഇടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതെ, ദാരുണമായ ഒരു അപകടമാണ് വട്ടപ്പാറയിൽ ഉണ്ടായത്. കാരണം ഈ KSRTC ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് മില്യൺസ് ഓഫ് കിലോമീറ്റർ എന്ന് വെച്ചാൽ 10 ലക്ഷത്തിലധികം കിലോമീറ്റർ ഓടിച്ച് പരിചയമുള്ള ഒരു ഡ്രൈവർ ആയിരിക്കും. നമ്മുടെ കേരളത്തിലെ ഡ്രൈവർമാരെന്ന് വെച്ചാൽ നിസ്സാരക്കാരല്ല. അവരെല്ലാ രീതിയിലുള്ള ടെറൈനിലൂടെ ഓടിച്ച് രാത്രിയും പകലും മഴയത്തും മഞ്ഞത്തും വെയിലത്തും ഒക്കെ ഓടിച്ച് വളരെയേറെ പരിശീലനം ലഭിച്ച ഡ്രൈവർമാരാണ് ഇപ്പൊ അപകടത്തിൽപ്പെടുന്നതെന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഈ വട്ടപ്പാറ എന്ന് പറഞ്ഞാൽ നോട്ടോറിയസ് ആണ്. ഒരുപാട് പേര് മരിച്ച ഒരു ഏരിയയാണ് വട്ടപ്പാറ കർവ്. അതേമാതിരി മലപ്പുറത്തൊരു വട്ടപ്പാറ കർവുണ്ട്, അതും ഇതേപോലെ തന്നെ ഒരുപാട് പേര് മരിച്ചതാണ്. പിന്നെ ഇതിന്റെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് ഡ്രൈവിങ് ചില KSRTC ഡ്രൈവർമാരുടെ മനസ്സിലുണ്ട്. അവര് ഞങ്ങൾ സർക്കാരിന്റെ വണ്ടിയാണ്, ഞങ്ങൾക്കാണ് റോഡിൽ മുൻഗണന എന്ന് പറയുമ്പോൾ എതിരെ വരുന്ന ലോറിക്കാരൻ അവൻ ചിലപ്പോൾ ഉറക്കത്തിൽ മയങ്ങിയായിരിക്കും വണ്ടി ഓടിച്ചു വരുന്നത്. ഒഴിഞ്ഞു മാറാനുള്ള ഒരു മനസ്സ് KSRTCക്ക് പലയിടത്തും അവർ കാണിക്കുന്നില്ല. ആ മനസ്ഥിതി മാറണം. അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം. ഇപ്പൊ ഞാൻ 1200 KSRTC ഡ്രൈവർമാർക്ക് അങ്കമാലി ബസ് ഡിപ്പോയിൽ ട്രെയിനിങ് കൊടുത്ത ആളാണ്. അപ്പൊ അവർക്ക് റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് ആൻഡ് സേഫ് ഡ്രൈവിംഗ് എന്നുള്ളൊരു കോഴ്സ് ഒരു ദിവസം 60 പേർക്ക് വെച്ചിട്ടാണ് 1200 പേർക്ക് കൊടുത്തത്. സത്യത്തിൽ അത് ആലുവ DYSP ചെയ്യേണ്ടതാണ്. അപ്പോൾ ആലുവ SP എന്നോട് പറഞ്ഞു നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട KSRTCയുടെ CMD അനുവദിക്കണം. അങ്കമാലിയിൽ ഒരു ദിവസം ട്രെയിനിങ് കൊടുക്കാൻ 60 പേരെ വെച്ച് എനിക്ക് 1000, 600, 1200 പേരെ ചെയ്യാം. അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഒരു റിഫ്രഷർ കോഴ്സ് നിർബന്ധമായിട്ടും KSRTC ഡ്രൈവർമാർക്ക് വേണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ബസ് നഷ്ടപ്പെടുമ്പോൾ ഇപ്പൊ 4600 സർവീസാണ് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ
പെർ ഡേ ഓരോന്ന് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും അടുത്ത ഒരു ഈ ഇയർ എൻഡോടുകൂടി മിക്കവാറും പകുതിയായിട്ട് സർവീസ് ചുരുങ്ങും. അപ്പോൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രദ്ധിക്കണം, KSRTC ഡ്രൈവർമാരെ ട്രെയിനിങ്ങിന് കൊടുക്കണം. അവരോട് അവരുടെ അഗ്രസീവ്നെസ് എന്ന് വെച്ചാൽ റോഡ് എന്റേതാണ്, എനിക്ക് റോഡിന്റെ നടുവിലെ ഓടാം, ആരെ ഇടിക്കാം എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ ഇന്നിപ്പോൾ ആ ഡ്രൈവർ കുരുങ്ങിക്കിടന്ന് ആണ് ഇത്രയും നേരം അദ്ദേഹം എന്തോ ഒരു വേദന അനുഭവിച്ചു കാണും. ഞാൻ അറിയുന്ന ഒരു ഡ്രൈവർ 6 കൊല്ലം ട്രീറ്റ്മെന്റ് എടുത്തു. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കമ്പി കയറ്റിയേക്കുക. കാര്യം ജീവൻ നിലനിന്നു, പക്ഷെ അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റാതെ ബെഡ് റിഡനാണ്. അതിന്റെ കാതലായ പ്രശ്നം ഒരു ഓട്ടോമൊബൈൽ എക്സ്പെർട്ടും കൂടിയായ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ബെസ്റ്റ് ഡിസൈൻ തന്നെ തെറ്റാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞു, പലർക്കും അത് മനസ്സിലായിട്ടില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഫുൾ ഫോർവേഡ് കൺട്രോൾ, ഈ ലോറിയും അതേപോലെ KSRTC ബസിന്റെയും ഡിസൈനിന്റെ പേരാണ് ഫുൾ ഫോർവേഡ് കൺട്രോൾ. അങ്ങനെ ആദ്യ തിടി കിട്ടുന്ന ഡ്രൈവർക്കാണ്. കാര്യം ഇതിന് മുമ്പില് ക്രംബിൾ സോൺസോ ക്രാഷ് ബാറുകളോ ഒന്നും തന്നെ ഇല്ല. അത് ബോഡി ചെയ്യുമ്പോഴേ പാപ്പനംകോട് നമ്മുടെ ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ട്, അവിടെ അഡീഷണൽ ആയിട്ട് സ്റ്റീലിന്റെ ഒരു കേജ് റേഡിയേറ്ററും കൺട്രോൾ സിസ്റ്റത്തിനെയൊക്കെ കവർ ചെയ്യാവുന്ന രീതിയിൽ സോളിഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് ബാറും ഒരു റോൾ കേജും ഉണ്ടെങ്കിൽ, ഇപ്പൊ റാലി ഓടിക്കുന്ന ഞാൻ റാലി ഡ്രൈവർ ആയിരുന്നല്ലോ, അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാറുണ്ട്. വണ്ടി ടോപ്പിൽ ചെയ്താലും എനിക്ക് ഡ്രൈവർക്കും നാവിഗേറ്റർക്കും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടൽ ക്രംബിൾ സോൺ ഉണ്ടാക്കും. അതേമാതിരി ഒരു ക്രംബിൾ സോൺ ഉണ്ടാക്കിയേ പറ്റൂ. കാരണം ഈ KSRTCക്ക് ഓരോ ബസ് വെച്ചിട്ട് ഓരോ ദിവസവും നഷ്ടപ്പെടുകയാണ്, ചെറിയ കാര്യമല്ല. കൂടാതെ ഇപ്പൊ ബസ് ബോഡി ഡിസൈനിന് ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ബസ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊന്നും ഈ റോഡ് സേഫ്റ്റിയെ പറ്റി കാര്യമായ ബോധമില്ലാത്തതുകൊണ്ടും ഈ ചാസി വാങ്ങുമ്പോൾ അതിന്റെ വെയിറ്റ് കുറയ്ക്കാനും അമിതമായ ലാഭ കൊതി കൊണ്ടും നിർമ്മാതാക്കൾ നേരത്തെ, അതായത് 90കളിലും 80കളിലും ഉണ്ടായിരുന്ന ഫ്രണ്ടിലെ ക്രാഷ് ബാരിയറുകൾ എല്ലാം കൂടി 250 കിലോഗ്രാം വരുന്ന ക്രാഷ് ബാരിയറുകളെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് റീഇൻസ്റ്റാൾ ചെയ്യാനും പുതുതായിട്ട് ഫ്രണ്ടിലെ റോൾ കേജ് പിടിപ്പിക്കാനും സാധിച്ചാൽ ഈ ഡ്രൈവർമാരെ വെട്ടിപ്പൊളിച്ചെടുക്കാതെ തന്നെ അവർ ജീവനോടിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡിസൈൻ തരാം, ഞാൻ ഫ്രീ ആയിട്ട് വന്ന് നിങ്ങളെ സഹായിക്കാം. കാര്യം ഈ തരം ഡിസൈനാണ് നമ്മുടെ റോഡിൽ സത്യം പറഞ്ഞാൽ ഈ ഫുൾ ഫോർവേഡ് കൺട്രോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഈ നോ എൻട്രി വെഹിക്കിൾ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ 4 പാതയിലും എതിരെ വാഹനങ്ങൾ വരാത്ത റോഡുകളിലാണ് അത് അനുയോജ്യം. പക്ഷേ ഇവിടെ സെമി ഫോർവേഡ് വെഹിക്കിൾസ് ആണ് വേണ്ടത്. ഇപ്പൊ ഷില്ലോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാം സെമി ഫോർവേഡ് വെഹിക്കിൾസ് ആണ്. അത് മുൻവശത്ത് ബോണറ്റ് കുന്തി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇടിയുണ്ടായാൽ ആ ബോണറ്റ് ഒരു ഗ്രംബിൾ സോണായിട്ട് മാറും, എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ ഇടിയെ താങ്ങും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.